നമുക്ക് ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് കടയിൽ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ധർമ്മ ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. മാമനിത് എങ്ങോട്ടായിരിക്കും പോയത്? അലൂക്കിന് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. ധർമ്മം വേറൊരിടത്തേക്കും ആയിരുന്നില്ല പോയത്, നേരെ ദേവമംഗലത്തേക്ക് വെച്ചു പിടിച്ചു. ദേവമംഗലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഗോമതിയൊക്കെ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ധർമ്മൻ അങ്ങോട്ട് കയറി വരുന്ന കണ്ടപ്പോഴത്തേനും ഗോമതിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ വീടിനകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഗോമതി പറഞ്ഞു, ഇപ്പം നിനക്ക് സമാധാനമായല്ലോ അല്ലേ? നീ എന്ത് ചതിയാടാ ചെയ്തേ? അതിന് മാത്രം എന്താടാ ഞങ്ങൾ നിന്നോട് ചെയ്തേന്ന് ചോദിച്ചു. എന്നാലും ഇത്രയ്ക്ക് വലിയൊരു ചതി നീ ചെയ്യണ്ടായിരുന്നു. ചേച്ചി ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ ആരെയും ചതിച്ചിട്ടൊന്നുമില്ല, ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നീ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ടാണോടാ നീ ഗോമതി സ്റ്റോഴ്സിന്റെ അടുത്ത് തന്നെ കൊണ്ടുപോയി ഇന്ദിര സ്റ്റോഴ്സ് വെച്ചെന്ന് ചോദിച്ചു. ചേച്ചി അത് ഞാൻ അറിഞ്ഞോണ്ടല്ല. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ഇനിയിപ്പോ പറയാൻ പോന്നേ എൻ്റെ ഏട്ടന്മാര് എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി തന്ന കടയാന്നായിരിക്കുമല്ലേ നീ പറയാൻ വരുന്നത്? അതെ ബാലേട്ട, അതാ സത്യാവസ്ഥ. ഞാൻ പോലും അറിഞ്ഞില്ല അവിടെയാണ് കട വരുന്നതെന്നുള്ള കാര്യം. വേണ്ട, ഇനി നീ കൂടുതലൊന്നും പറയണ്ട. അളിയൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ഇതിനകത്ത് നിരപരാധിയാണ്. അപ്പോഴേക്കും ഇത്രയും കൂടെ അങ്ങോട്ട് വന്നു. കോമതി പറഞ്ഞു, നിനക്ക് എങ്ങനെ തോന്നിയടാ ധർമ്മ? ഒന്നുമല്ലേലും നീ കുടുംബത്തെ ചതിക്കുകയല്ലേ ചെയ്തേ? ബാലേന്റെ എത്രയോ വർഷത്തെ കഷ്ടപ്പാടാന്നറിയോ ഗോമതി സ്റ്റോഴ്സ്. എന്നിട്ടാണ് നീ അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഒരു കട തുടങ്ങി വെച്ചേ. അപ്പൊ ബാലേട്ടനെ മനഃപൂർവ്വം തകർക്കാൻ വേണ്ടിയിട്ടല്ലേ? ചേച്ചി ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, അപ്പച്ചി കൊച്ചനൊന്ന് പറഞ്ഞോട്ടെ, നീ മിണ്ടരുതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മിത്രയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ധർമ്മം പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും തുടങ്ങാനായിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ അതാവായിരുന്നല്ലോ, ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എവിടെയാ കടയെന്നുള്ള കാര്യം. ഒരു കടയുടെ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീടാണ് ഉദ്ഘാടനം നടത്താൻ പോയപ്പോഴാണ് അവിടെ ആ കട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത്. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, എന്നാലും ബാലേട്ടനോട് തന്നെ നീ ചതി ചെയ്തല്ലോടാ, നിനക്ക് എങ്ങനെ തോന്നിയിടാ? ആ സമയം മിത്ര പറഞ്ഞു, കൊച്ചന് കുടിക്കാൻ ഞാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിച്ചു. ഗോമതി പറഞ്ഞു, എന്തിനാ കുടിക്കാനായിട്ട് വെള്ളമാക്കുന്നേ? ഒരു കാര്യം ചെയ്യുക, കുറച്ച് പാല് തന്നെ എടുത്താൽ കൂടെ കൊടുക്കുക, കുടിപ്പിക്കാണ്ട്. പാല് കൊടുക്കുന്ന കൈക്ക് തന്നെ തിരിഞ്ഞു കൊത്തുന്ന എനവല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ധർമ്മന് വിഷമമായി. ധർമ്മം പറഞ്ഞു, ചേച്ചി ഇങ്ങനൊന്നും പറയരുത്, നമ്മുടെ വായിന്ന് വീണ് പോയിട്ടുണ്ട്, പിന്നെ അത് തിരിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. തിരിച്ചെടുക്കുന്നില്ലടാ, അറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞാന്ന് പറഞ്ഞു. ചേച്ചി എനിക്കറിയാം, ചേച്ചിക്ക് ദേഷ്യം വന്ന് കഴിയുമ്പോൾ ചേച്ചി വായി വന്ന് എല്ലാം വിളിച്ചു പറയും, എന്നിട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേനും മാറിപ്പോയിരുന്ന് കരയും. എടാ ഇവിടെ പക്ഷെ നിന്നോട് പറഞ്ഞു ഓർത്തിട്ട് ഞാൻ വിഷമിക്കാനൊന്നും പോകുന്നില്ലടാ, മാറിപ്പോയിരുന്ന് കരയാനും പോകുന്നില്ല. ഈ ഗോമതി നിന്നോട് ഇത് പറഞ്ഞു തന്നെയാന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് ഗോമതി അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. ധർമ്മന് ഭയങ്കര വിഷമമായി. ധർമ്മം പറഞ്ഞു, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല, നിങ്ങളോടൊരു ചതി ചെയ്തിട്ടില്ല, ഞാൻ വേണമെന്ന് വെച്ചിട്ടല്ല അങ്ങനെയൊക്കെ ചെയ്ത്, അറിയാലോ. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കും വിശ്വാസം വരുന്നില്ല. ഒരു കാര്യം മനസ്സിലായി, ഇനിയിപ്പം ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ആരും വിശ്വസിക്കാനും പോകുന്നില്ല. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, എടാ അവിടെ ആര് കട തുടങ്ങിയാലും എനിക്ക് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ നീ മാത്രം ആ കട തുടങ്ങിയതുകൊണ്ടാ, വേറെ ആര് തുടങ്ങിയാലും എനിക്ക് പ്രശ്നമില്ലായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ബാലേട്ട? ഇവൻ നമ്മളോട് ചതിയല്ലേ ചെയ്തേ, ഇവനെയാണല്ലോ ഞാൻ ഇത്രയും കാലം ഇവിടെ നോക്കി വളർത്തിയത് എന്നൊക്കെ പറഞ്ഞു കുറെ ചീത്ത പറയണം. ധർമ്മന് സഹിച്ചില്ല. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ഗോമതി വേണ്ടാന്ന് പറഞ്ഞു. എടാ ധർമ്മ, നീ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചോ, ദേ അധികം നാളൊന്നും ആ കട എവിടെ ഉണ്ടാകാൻ പോകുന്നില്ല, നിന്റെ കട അധികം വൈകാതെ പൂട്ടൂന്ന് പറഞ്ഞു. കുറെ ശാപവാക്കുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ധർമ്മം പറഞ്ഞു, എങ്കിൽ ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇങ്ങോട്ട് വരുന്നോടം വരെ എങ്ങനെയെങ്കിലും ആ കടയൊന്ന് ഇല്ലാതാക്കിയാൽ മതി എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് ഞാൻ വന്നേ. പക്ഷെ ഇപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചു, ആ കടയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ. പെട്ടെന്ന് ബാലൻ ചാടി എഴുന്നേറ്റു. എന്താടാ നീ പറഞ്ഞേ? അതെ, ആ കടയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നേ. ബാലൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു മാസം തയ്ക്കില്ലടാ നീ ആ കട ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ശരി, അളിയന് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാൽ അളിയൻ ചെയ്തു, ഞാൻ ആരോടും വാശി പിടിപ്പിക്കാനോ മല്ലി പിടിപ്പിക്കാനോ ഒന്നും അല്ല. എന്താണെങ്കിലും ഞാനൊരു കാര്യം തീരുമാനിച്ചു, ആ കടയുമായിട്ട് മുന്നോട്ട് പോകാൻ. അതും പറഞ്ഞ് ധർമ്മൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും ഗോമതി വന്ന് ബാലനോട് പറഞ്ഞു, കണ്ടില്ലേ അവൻ വിളിച്ചിട്ട് പോയത്? അവൻ എങ്ങനെയാ ബാലേട്ട എങ്ങനെ മാറിപ്പോയത്? അവനെ നമ്മൾ ഇവിടെ നിന്ന് ഇറക്കി വിട്ടെന്നൊക്കെയല്ലേ അവൻ പറഞ്ഞേ? ശരിക്കും അങ്ങനെയാണോ സംഭവിച്ചേ? അതൊന്നും ആയിരുന്നില്ലല്ലോ. അവൻ എന്താ പറഞ്ഞേ? സത്യങ്ങൾ പുറത്തു വന്നു കഴിയുമ്പോഴത്തേനും അവൻ ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന്.
പക്ഷെ അവന് വീണ്ടും തിരിച്ചു വന്നില്ലല്ലോ. അവന് ഓരോരോ കാരണങ്ങളൊക്കെ പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുമല്ലേ ചെയ്തേ. ബാലൻ പറഞ്ഞു, നീ ഇതൊന്നും ഓർത്തിനിപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ഗോമതി, കഴിഞ്ഞത് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതിയെ ആശ്വസിപ്പിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്ദിരാമ എന്നിട്ട് പറഞ്ഞു, അല്ല ധർമ്മനെ ഇതിലായിട്ട് കണ്ടിട്ടില്ലോ, അവൻ എവിടെ പോയെന്നൊന്നും അറിയില്ലല്ലോ. അത് കേട്ടപ്പോൾ നന്ദിത പറഞ്ഞു, ചിലപ്പോൾ ഏതെങ്കിലും കൂട്ടുകാരെ വല്ലതും കാണാൻ പോയതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ധർമ്മം വരുന്നത്. ദേ അവൻ എത്തിയില്ലോ എന്ന് പറഞ്ഞു. എടാ നീ ഇത് എവിടെ പോയതായിരുന്നു ഇന്ദിരാമ ചോദിച്ചു. അപ്പോഴേക്കും ധർമ്മൻ്റെ ഒറ്റ കരച്ചിലായിരുന്നു. എന്താണ് മോനെ, എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചു. അമ്മേ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ എനിക്ക് കടയൊന്നും വേണ്ടെന്ന്. പക്ഷെ കേട്ടില്ലല്ലോ, ഗോമതി സ്റ്റോഴ്സിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കട കൊണ്ടേ വെച്ചെന്നു. എന്നിട്ടിപ്പം ഞാൻ പറയുന്ന ആരും വിശ്വസിക്കുന്നില്ല. അല്ല നീ ആരുടെ കാര്യമാണ് പറയണേ? ഞാൻ ബാലേട്ടനോടും ഗോമതി ചേച്ചിയുടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരൊന്നും അംഗീകരിക്കുന്നില്ല. അവരെല്ലാം എന്നെ ഒരു ചതിയനായിട്ടാണ് കാണുന്നത്. ഓഹോ, അപ്പം നീ അവിടേക്കാ പോയതല്ലേ? അപ്പം പിന്നെ നീ നന്നായിട്ട് കരഞ്ഞോളം പറഞ്ഞു. എടാ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അവരുടെ അടുത്തേക്ക് നിനക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ? നീ എന്ത് കാണിക്കാൻ അങ്ങോട്ടേക്ക് പോയത്? കിട്ടാനുള്ളതൊക്കെ വാങ്ങിച്ചു കാണുമല്ലോ. എങ്കിലൊരു കാര്യം ചെയ്യ, എല്ലാം കഴിഞ്ഞെങ്കിൽ വന്ന് സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ നോക്ക്, കടയിലെ കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞു. ധർമ്മൻ ആകെപ്പാടെ വിഷമത്തിലായി. ഇന്ദിരാമ്മ പറഞ്ഞു, പോട്ടയുടെ മോനെ സാരമില്ല, ഞാൻ കാരണമല്ലേ, എൻ്റെ പേരിലുള്ള കടയായതുകൊണ്ടല്ലേ നീയ. ധർമ്മന് പക്ഷേ സങ്കടം സഹിക്കാൻ പറ്റിയില്ല. ഒടുവിൽ നന്ദിത പറഞ്ഞു, ബാമേ നമുക്ക് പോയേക്കാന്ന് പറഞ്ഞു. ഇന്ദിരാമ്മ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ബാലിനോടും ഗോമതിയോടും ഒക്കെ സംസാരിക്കാം. വേണ്ട അമ്മ സംസാരിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഒരു പ്രശ്നവും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ഇന്ദിരാമ്മയൊക്കെ വീട്ടിലേക്ക് പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗോമതി ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മിത്രയും മീനാക്ഷിയെ അരികെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മീനാക്ഷി പറഞ്ഞു, ഒരിക്കലും മാമൻ അങ്ങനെ ചെയ്യില്ല അമ്മേ. പിന്നെ അവൻ മനഃപൂർവ്വം ചെയ്താ എനിക്കറിയാം. നമ്മളോടുള്ള വാശി കാരണം ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്നും പറഞ്ഞോണ്ടാ അവനെ എത്ര വട്ടം ഇങ്ങോട്ട് തിരികെ വിളിച്ചു. ബാലേട്ടൻ പോയി മാപ്പ് പറഞ്ഞ് വിളിച്ചല്ലേ, എന്നിട്ട് അവൻ ഈ വീട്ടിലേക്ക് വരാൻ തയ്യാറായില്ല. എന്നിട്ട് ഒടുവിൽ കണ്ടില്ലേ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മിത്ര പറഞ്ഞു, കൊച്ചച്ഛൻ ഒരിക്കലും ചെയ്യില്ല. അപ്പച്ചി എങ്ങനെ മിണ്ടരുത് നീ? കൊച്ചച്ഛനെ ന്യായീകരിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. അവൻ എൻ്റെ അനുജനാണ്, എനിക്ക് അവനെ അറിയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അവനെ എനിക്കറിയില്ല. ഇനിയിപ്പം അച്യുതേട്ടനും അനന്തേട്ടനും ഒക്കെ ആ കടയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അതങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അവന് പറയാൻ പാടില്ലായിരുന്നോ എനിക്കൊണ്ട് പറ്റില്ല എന്ന്? ബാലേട്ടന് എത്രമാത്രം സങ്കടമായെന്നറിയാവോ? അമ്മേ, കൊച്ചച്ഛൻ്റെ അല്ല മാമൻ്റെ കട അവിടെ വന്നെന്നോർത്തോണ്ട് ഇനി നമ്മുടെ കച്ചവടമൊന്നും തകരാനൊന്നും പോകുന്നില്ലെന്ന് മീനാക്ഷി പറഞ്ഞു. പിന്നെ കച്ചവടത്തെക്കുറിച്ച് നിനക്ക് കുന്തം അറിയാം. അതെ, ഒരു കട അപ്പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഒരു കടയിൽ മറ്റൊരു കടയിൽ നിന്ന് സാധനം വാങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും ഒരു കട കച്ചവടം കുറേ ഉറപ്പാ. പക്ഷെ എനിക്കിവിടെ പ്രശ്നമല്ല, കച്ചവടം കുറയുന്നോ അതൊന്നും അല്ല എന്നെ സംബന്ധിക്കുന്നത്. അവൻ ഈ ചതി ചെയ്തല്ലോ എന്ന് ഓർത്തിട്ടാ. ബാലേട്ടൻ പറഞ്ഞ പോലെ വേറെ ആണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ അവൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? അവനെ കുഞ്ഞുനാളിൽ മുതൽ എടുത്തുകൊണ്ട് നടന്ന അവനെ അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായിരുന്നു. ആ വീട്ടിൽ ഏറ്റവും ഇഷ്ടം എനിക്ക് അവനെയായിരുന്നു. എന്നിട്ട് അവൻ എന്നോട് ചതി ചെയ്തേ. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമല്ലേ. മിത്രയൊക്കെ ആശ്വസിപ്പിച്ചാലും ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല ഗോമതിക്ക്. അപ്പോഴേക്കും മീനിൻ്റെ ഫോണിലേക്ക് കോള് വരുവാണ്. ഓഫീസിൽ നിന്നു പറഞ്ഞിട്ട് മീനു പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മിത്ര പറഞ്ഞു, അപ്പച്ചി ഇങ്ങനെ ടെൻഷൻ അടിക്കരുത്. പിന്നെ ടെൻഷൻ അടിക്കാതെ നിനക്കിതൊക്കെ പറയാം. എൻ്റെ വേദന എനിക്കല്ലേ അറിയത്തുള്ളൂ. അവൻ എന്നോട് ചതി ചെയ്തല്ലോ എന്ന് ഓർത്തിട്ടാ ഒരു വാക്ക് പോലും പറയാതെ. അപ്പോഴേക്കും പുറത്തേക്ക് പോയിട്ട് മീനാക്ഷി ഹലോ പറയണം. എന്താ മീനു, ഞാൻ എത്ര സമയം വിളിക്കുന്നു, നീ എന്താ കോൾ എടുക്കാത്തെ? അതെ, ഇവിടെ ആകെപ്പാടെ പ്രശ്നമാണ് ശ്രീദേവി എടുത്തി. പ്രശ്നം? എന്ത് പ്രശ്നം? അത് പിന്നെ മാമനെ സ്വന്തമായിട്ട് കട തുടങ്ങി. ആഹാ, നല്ല കാര്യമാണല്ലോ അത്. അല്ലെങ്കിലും മാമ സ്വന്തം കാലം നിൽക്കണമെന്ന് എപ്പോഴും അമ്മയൊക്കെ ആഗ്രഹിക്കുന്നതായിരുന്നല്ലോ. അതെ, പക്ഷെ അത് അമ്മയോടൊന്നും പറഞ്ഞൊന്നുമില്ല. ഓ, അതിൻ്റെ വിഷമമാണല്ലേ? അതൊന്നും അല്ല കാര്യം. പിന്നെയോ, മാമൻ എവിടെയാ കട തുടങ്ങിയെന്നറിയോ? ഗോമതി സ്റ്റോഴ്സിൻ്റെ തൊട്ടടുത്തായിട്ട്. ഒരു നിമിഷം ഞെട്ടിപ്പോയി ശ്രീദേവി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.